ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടവടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്കറ്റ് സ്നാക്സ് ആണ് കുർക്കുറെ. ലേസ്, ബിങ്കോ, കുർക്കുറെ എന്ന് പറഞ്ഞ അങ്ങനെ കുറെ കമ്പനികളിൽ ഇന്ന് സ്നാക്സ് ഇങ്ങനെ പാക്കറ്റ് സ്നാക്സ് ആക്കുന്നുണ്ട്. കുർക്കുറെ 1999 കുർക്കുറെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഇന്ത്യൻ കമ്പനി തന്നെയാണ്. 1999 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പാകിസ്ഥാനിലും കൂടി ഉണ്ട് കുർക്കുറെ. അപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് കടകളിൽ ഏറ്റവും കൂടുതലായിട്ട് വിൽക്കുന്നത്, അതായത് ഇങ്ങനത്തെ ഒരു സ്നാക്സ്, ഇങ്ങനത്തെ ഒരു ഇതിൽ വിൽക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് വിൽക്കുന്നത് കുർക്കുറയും ലേസൊക്കെ. ലേസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ 2 മില്യണിൽ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ലേസ് എങ്ങനെ ഉണ്ടാക്കുന്നതല്ല എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് ചാനലിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത് കുർക്കുറയാണ്. 20ഓളം ഫ്ലേവേഴ്സിൽ കുർക്കുറ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ഫ്ലേവേഴ്സിലാണ്, അതായത് നല്ല എരിവിൽ. അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ തന്നെയാണ് ഇന്നും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ കടകളിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അല്ലേ. കാരണം ഒരു മായി ഒന്നും ചേർക്കാൻ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് വേണ്ട എരിവിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ കുർക്കുറേന്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കുർക്കുറേൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം 1 കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള 1 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ഏതിൻ്റെ അകത്താണോ കുർക്കുറെ തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുക. ഒപ്പം തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് റവ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അരിപ്പൊടിയൊക്കെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്തത് അതേ സെയിം കപ്പിലാണ് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്, എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് റവ, 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി 2 കപ്പ് നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റിച്ച് നല്ലൊരു ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും. അതുകൊണ്ട് അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. മീഡിയം ടു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഇത് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ കൂട്ടിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. കാരണം ഇതിപ്പം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഇനി മറ്റുള്ള പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് തണുക്കുന്നത് വരെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുന്നു. അപ്പം നന്നായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഞാൻ കൃത്യ അളവ് എടുത്തിട്ടല്ല ഒഴിച്ചത്. ഒരു ഏകദേശം അളവ് ഒരു ടീസ്പൂണോളം ഉണ്ടാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എവിടെയും ഇങ്ങനെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല, കണ്ടാൽ തന്നെ മനസ്സിലാകും എവിടെയും പറ്റിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ലെവൽ എത്തുന്നത് വരെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ഇതിനെ നന്നായിട്ട് ഒന്ന് 2 കൈയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ലൊരു ബോൾ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന്
ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു കുർക്കുറേൻ്റെ യഥാർത്ഥ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈപ്പ്, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ തിളച്ച് വന്ന ഈ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഓരോ റോളും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ കുർക്കുറേൻ്റെ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, അല്പം ഗരം മസാല, അല്പം ഉപ്പ്, അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടി വിട്ടുപോയി, ഒരല്പം പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് പോകുന്ന അതേ ടേസ്റ്റ് ഞാൻ പറയില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമായിരിക്കും ഈ കുർക്കുറെ, ലേസ്, നല്ല സാധനങ്ങൾ, ഈ പാക്കറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കും. അപ്പോൾ കുട്ടികളുടെ മുന്നിലേക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്ന അങ്ങനെ കുറേ മായം ചേർത്തിട്ടുള്ളൊരു ഇത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മായം ഇല്ലാതെ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ കാണാം. അതുവരെ ബൈ.